എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യാനില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും സ്പേസ് ഉണ്ട് ലോകത്ത്. ആ സ്പേസ് ഐഡൻറ്റിഫൈ ചെയ്യും, നേരത്തെ കണ്ടെത്തുകയും ആ സ്പേസിൽ അവരെ പ്രതിഷ്ഠിക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കില്ല. ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെയിനിൻ്റെ എല്ലാ സെൻറ്ററും ഉണ്ട്. സംസാരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട നമ്മുടെ വോക്കൽ കോഡുണ്ട്, കവിളുണ്ട്, മസിലുണ്ട്, എല്ലാ സാധനങ്ങളും പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിലും ആരും സംസാരിക്കാത്തടത്ത് ഒരു കുട്ടി വളർന്നാൽ കുട്ടി സംസാരിക്കുക. അങ്ങനെയുള്ള ജിറാഫ് എന്ന് പറയുന്നത് ഒരു വലിയ പൊക്കമുള്ള ജീവിയാണല്ലോ. പ്രസവിക്കുമ്പോൾ ഒരു കുട്ടി 10 അടി താഴ്ചയ്ക്കാണ് വീഴുന്നത്. അപ്പം അത്രയും വളരെ പതുക്കെ നടക്കുന്നൊരു പ്രക്രിയയാണ് ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ശരീരം വളരുന്നതിന് 2 കാര്യങ്ങളാണ്. ഒന്ന് ജനിതകമായൊരു വളരാനുള്ള സാധ്യത, 2 ആവശ്യത്തിന് വേണ്ട ഭക്ഷണവും പോഷകാംശവും. ജനിക്കുന്ന ആ പൊസിഷനിൽ നിന്നും ഒരു മുതിർന്ന ആളായി മാറുന്ന ആ പ്രക്രിയ ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അത് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. നടക്കുമ്പോൾ ഞൊണ്ടുന്നുണ്ട്, അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കും. അതേസമയം മറ്റ് വികാസം, ഈ ഡെവലപ്മെൻ്റ് ഭാഗം എന്ന് പറയുന്നത് പലപ്പോഴും അത്ര വേഗം ശ്രദ്ധിച്ചെന്ന് വരില്ല. സംസാരം നാക്കുകൊണ്ടല്ല, സംസാരം വരുന്നത് സംസാരം ഏത് വ്യക്തിയും സംസാരിക്കുന്നത് ബ്രെയിനിൽ നിന്നാണ്. അല്ലെങ്കിൽ 3 മാസം മുമ്പ് ആ കുട്ടി മറ്റ് അപരിചിതരെയോ അല്ലെങ്കിൽ പരിചയമുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങും. അതാണ് സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്നത്. 4 മാസം ആകുമ്പോഴേക്കും കുട്ടികൾ മിക്കവാറും കഴുത്തുറക്കും. ഒരു 99%, 98% കുട്ടികളും കഴുത്തുറക്കും. കുട്ടി ജനിക്കുന്നു, അന്ന് തൊട്ടേ അതിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കരയുന്നു, പിന്നെ ചിരിക്കുന്നു, അല്ലെങ്കിൽ വാശി പിടിക്കുന്നു. അതൊരു 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ കാഴ്ച സെൻറ്റർ വേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല. അത്രയും കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചെയ്യണമെങ്കിൽ ഏകദേശം 1 വയസ്സോ 1.5 വർഷമോ വേണം. ലിസൺ ചെയ്യാന്ന് പറയുന്നത് ഹിയർ എന്ന് പറയുന്നത് 2 അത് സാധാരണഗതിയിൽ എല്ലാവരുടെയും ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ താമസിച്ചാണ് സംസാരിച്ചത്, ആൺകുട്ടിയാണ് അതുകൊണ്ട് സംസാരിക്കാൻ താമസിക്കും, അല്ലെങ്കിൽ അമ്മാവൻ താമസിച്ചു. അപ്പോൾ ഒരു കാണാത്ത കുട്ടിയുടെ ബ്രെയിനിൻ്റെ കാഴ്ച സംബന്ധിച്ച കേന്ദ്രം വേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ കുറേ കഴിഞ്ഞ് കാഴ്ച ശരിയായാലും കാഴ്ച തിരിച്ചു കിട്ടില്ല. 5 മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ പാൽ കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ അതേ രീതിയിലാണ് ഒരു കോൺവെർസേഷൻ്റെ രൂപത്തിൽ തിരിച്ചിങ്ങോട്ട് ശബ്ദം ഉണ്ടാക്കും. ടേൺ ടേക്കിംഗ് എന്ന് പറയുക. അപ്പം നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവരിങ്ങോട്ട് പറയും. അതിലൊരു ഭാഗം മാത്രമാണ് നാക്ക്. നാക്കില്ലാതെ നമുക്ക് പറയാവുന്ന, നാക്ക് ഇല്ലാതെ പറയാവുന്ന അക്ഷരങ്ങളുണ്ട്. ക്ലിയർ ആയിരിക്കില്ല എന്ന് മാത്രമല്ല. ഇപ്പം നമ്മൾ കേൾക്കുന്നത് ചെവി കൊണ്ടല്ല, കാണുന്നത് കണ്ണുകൊണ്ടുമല്ല. കണ്ണ് അല്ലെങ്കിൽ ചെവി എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ ഭാഗം മാത്രമാകും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നുണ്ട്. ജനിക്കുന്ന അന്ന് തൊട്ടോ ഒരുപക്ഷെ ഗർഭത്തിൽ കിടക്കുമ്പോൾ പോലും കുട്ടി പഠിക്കുന്നുണ്ടെന്നാണ് ഒരു സങ്കല്പം ഉള്ളത്. ആശയവിനിമയം നടത്തുക അതുകൊണ്ടല്ലോ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പം ചൂണ്ടിക്കാണിക്കുക, മുഖഭാവങ്ങൾ, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹായ് ആൻഡ് വെൽക്കം ടു സൈന ഹെൽത്ത് പ്ലസ്. എൻ്റെ പേര് ഫെറിൻ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യനായ ഡോക്ടർ നാരായണ പിഷാരടിയാണ്. നമസ്കാരം ഡോക്ടർ. സോ ആദ്യം തന്നെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങുകയാണ്. എന്താണ് ഈ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ പറയാം, ജനിക്കുന്ന സമയം തൊട്ട് വളർന്ന് ഒരു മുതിർന്ന ആളായി മാറുന്ന ആ പ്രോസസ്സാണ് ന്യൂറോ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ന്യൂറോ ഇല്ലാത്ത ഡെവലപ്മെൻ്റ് ആയാലും മിക്കവാറും ശരിയാണ്. പക്ഷേ കാരണം നമ്മളുടെ പ്രധാനപ്പെട്ട വളർച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ വികാസം, ഒരാൾ പ്രവർത്തനക്ഷമമാകുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രവർത്തനം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ ന്യൂറോളജിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പീഡിയാട്രിക്സ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ്റെ റോൾ എന്ന് പറയുന്നത്? ഒരു സാധാ പീഡിയാട്രിഷ്യനെ കാണിച്ചാൽ പോരെ? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് ന്യൂറോളജിസ്റ്റ് നമുക്കറിയാം, ന്യൂറോളജിസ്റ്റ് ഇപ്പോൾ കുട്ടികളുടെ ന്യൂറോളജിസ്റ്റ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ പീഡിയാട്രീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോൾ 43 വർഷമായിട്ട് കുട്ടികളെ ചികിത്സിക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ടാണ് ന്യൂറോ ഡെവലപ്മെൻറ്റ് മാത്രമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂറോ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് കുട്ടി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ജനിക്കുന്ന ആ പൊസിഷനിൽ നിന്നും ഒരു മുതിർന്ന ആളായി മാറുന്ന ആ പ്രക്രിയ ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അത് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് മറ്റ് ജീവികളെ അപേക്ഷിച്ച്. അപ്പോൾ ആ പ്രോസസ്സിൽ ഒട്ടേറെ കാര്യങ്ങൾ അടങ്ങുന്നതാണ്. അതായത് ഒട്ടേറെ ഘടകങ്ങൾ, ഒരുപക്ഷെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഒട്ടേറെ ഘടകങ്ങളുടെ
പ്രതിഫലനമാണ് ഒരു കുട്ടി അങ്ങനെ വളർന്ന് വലുതായ ഒരു വ്യക്തിയായി മാറുന്നത്. അപ്പോൾ അതിൽ പീഡിയാട്രീഷ്യൻ അധികവും സാധാരണ രോഗങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഇത് ചെയ്യാവുന്നത് ആർക്കും ചെയ്യാം. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സയൻസ് അല്ലേ, അത് പഠിച്ച ആർക്കും ചെയ്യാവുന്നതാണല്ലോ. പക്ഷേ ഇത് ധാരാളം സമയം വേണം. പിന്നെ ഡെവലപ്മെൻറ്റിൽ അപ്പോൾ ഏത് കാര്യങ്ങളും ഇപ്പോൾ വൈദ്യശാസ്ത്രമായാലും ഏത് ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും കൂടുതൽ വിശേഷവൽക്കരണം, സ്പെഷ്യലൈസേഷൻ്റെ കാലമാണ്. ഇപ്പോൾ ന്യൂറോളജിസ്റ്റ്, ഇപ്പോൾ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന കാലത്ത് ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ പെരിഫറിലിരിക്കുന്ന ജനറൽ പീഡിയാട്രീഷ്യനാണ് ചെയ്യുക. ഇന്നിപ്പോൾ അതെല്ലാം തന്നെ പലതും പീഡിയാട്രിക് ന്യൂറോളജി, പീഡിയാട്രിക് കാർഡിയോളജി, പീഡിയാട്രിക് ഗാസ്ട്രോഎൻട്രോളജി എല്ലാം വ്യത്യസ്തമായ മേഖലകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ ഒന്ന് ന്യൂറോ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ആ പ്രശ്നം പലതരത്തിൽ അവതാളത്തിലാകാം. അത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സമീപകാലങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ അവബോധം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ആവശ്യം, അങ്ങനെ ആ ഒരു മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നൊരു പീഡിയാട്രീഷ്യന് വലിയ റോളുണ്ട്. ന്യൂറോളജിസ്റ്റിന് അത്രയും ആഴത്തിൽ കുട്ടികളുടെ വളർച്ചയിൽ പോകാൻ കഴിയും. കാരണം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പറയുന്നത് ന്യൂറോളജി സംബന്ധമായിട്ടുള്ള, അതായത് ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റ് അല്ല. ന്യൂറോളജി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ അപസ്മാരം, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഇപ്പോൾ ബ്രെയിൻ ട്യൂമറോ, അല്ലെങ്കിൽ ന്യൂറോളജി ആയിട്ടുള്ള ഒരുപാട് ഇതുകളുണ്ട്. ഇപ്പോൾ പേശികൾ തളർച്ച വരിക, അങ്ങനെ ഒരുപാട് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്. ഇതാവുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഇത് അവരുടെ ഡെവലപ്മെൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പീഡിയാട്രീഷ്യൻ സാധാരണ അസുഖങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഡെവലപ്മെൻറ്റിന് അത്രയും പ്രാധാന്യം കൊടുക്കാൻ പലപ്പോഴും കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിശേഷവൽക്കരണം, സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സമയത്തിൻ്റെയും ട്രെയിനിങ്ങിൻ്റെയും ഒക്കെ പരിമിതിയുണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ് അതിൻ്റെ ഒരു? അതെ, ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട്, ശാരീരികമായിട്ട് ഒരാൾ വളർന്ന് വലുതാകുന്ന പ്രക്രിയക്കാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുക. ഇപ്പോൾ ജനിക്കുന്ന കുട്ടി, സാധാരണ ജനിക്കുമ്പോൾ ഒരു ശരാശരി 3 കിലോ ഉള്ള കുട്ടി ഒരു 5 മാസം 6 മാസം കഴിയുമ്പോൾ 6 കിലോ ആകും. 1 വയസ്സാകുമ്പോഴേക്കും ഏകദേശം 9-10 കിലോ ആകും. അതുപോലെ വെയിറ്റ് 50 സെൻറ്റിമീറ്റർ ഉള്ള കുട്ടി 1 വയസ്സാകുമ്പോൾ 75 സെൻറ്റിമീറ്റർ ആവും. ഏകദേശം 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആവും. അങ്ങനെ ഒരു 16-18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ശാരീരികമായിട്ടുള്ള വളർച്ച ഏകദേശം അവർ പൂർത്തിയാക്കും. അതായത് അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. എത്ര ഹൈറ്റ് ഉണ്ടാകാൻ പറ്റുമോ, ആ ഉയരം എത്രയാണോ അത്രയും വയ്ക്കും, ശരീരഭാരം ഇത് വരും. പക്ഷെ അവരുടെ ബൗദ്ധികമായ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനക്ഷമ, നമ്മുടെ ഇതില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജിറാഫ് എന്ന് പറയുന്നത് ഒരു വലിയ പൊക്കമുള്ള ജീവിയാണല്ലോ. പ്രസവിക്കുമ്പോൾ ഒരു കുട്ടി 10 അടി താഴ്ചയ്ക്കാണ് വീഴുന്നത്. എന്നിട്ട് കാല് 2 മുകളിലോട്ടായിട്ട് വീഴുന്നു. ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ആ കുട്ടി തിരിഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. അത്രയും കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചെയ്യണമെങ്കിൽ ഏകദേശം 1 വയസ്സോ 1.5 വർഷമോ വേണം. 365 അല്ലെങ്കിൽ 730 ദിവസങ്ങൾ എടുക്കുന്നു എന്നുള്ള അത്രയും സമയം, ഏതാനും മണിക്കൂറിനുള്ളത്. അപ്പം അത്രയും വളരെ പതുക്കെ നടക്കുന്നൊരു പ്രക്രിയയാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ശരീരം വളർന്നതായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമുക്കറിയാമല്ലോ, ഒരു കുട്ടി ജനിക്കുന്നു, അന്ന് തൊട്ടേ അതിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കരയുന്നു, പിന്നെ ചിരിക്കുന്നു, അല്ലെങ്കിൽ വാശി പിടിക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പം അങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങൾ ആ കുട്ടിക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ട കഴിവുകൾ സമാർജിക്കുക. അപ്പോൾ പഠിക്കാൻ തുടങ്ങേണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നുണ്ട്. ജനിക്കുന്ന അന്ന് തൊട്ടോ ഒരുപക്ഷെ ഗർഭത്തിൽ കിടക്കുമ്പോൾ പോലും കുട്ടി പഠിക്കുന്നുണ്ടെന്നാണ് ഒരു സങ്കല്പം ഉള്ളത്. അപ്പോൾ പഠിച്ച് വരിക, അപ്പോൾ സമൂഹത്തിന് അനുയോജ്യമായ രീതിയിൽ വളർന്നു വരുന്ന ആ പ്രക്രിയയാണ് ഒരാൾ. ഇപ്പോൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഈ തെങ്ങോളം വലുതായാലും ഈർക്കിരിയോളം കാതൽ വേണമെന്ന് പറയും. അപ്പോൾ വളർന്നാൽ മാത്രം പോരാ, കാതൽ വേണം. ആ കാതലാണ് നമ്മൾ ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികാസം, ശിശു വികാസം എന്ന് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ടത്. അതിൽ പല കാര്യങ്ങളിലും നമുക്ക് അവതാളത്തിൽ അല്ലെങ്കിൽ അപചയം സംഭവിക്കാം. അവിടെയാണ് ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി നടക്കാൻ താമസിക്കുന്നു, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഞൊണ്ടുന്നുണ്ട്, അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കും. അതേസമയം മറ്റ് വികാസം, ഈ ഡെവലപ്മെൻറ്റ് ഭാഗം എന്ന് പറയുന്നത്
പലപ്പോഴും അത്ര വേഗം ശ്രദ്ധിച്ചെന്ന് വരില്ല. ശ്രദ്ധിച്ചാൽ തന്നെ പല ആൾക്കാരും അതൊക്കെ ശരിയായിക്കോളും അതൊക്കെ അങ്ങ് മിണ്ടിക്കോളും എന്നൊക്കെ. അതെ ആ ഒരു ഇത് വരും. അതാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഡെവലപ്മെന്റിൽ എന്തൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഡിലേ അല്ലെങ്കിൽ ഒരു ഫാക്ടേഴ്സ് അല്ല, എന്തൊക്കെയാണ്? ഡെവലപ്മെൻറ്റ് സാധാരണ നമ്മൾ കുട്ടികളുടെ വളർച്ചയും വികാസവും ആയിട്ട് പരിഗണിക്കുമ്പോൾ നമ്മൾ മൈൽ സ്റ്റോൺ എന്നാണ് പറയുക. ഓരോ സ്റ്റെപ്പുകൾ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയാണോ എന്ന് അറിഞ്ഞൂടെ, എന്നാലും ഓരോ ഘട്ടങ്ങൾ പിന്നിടുകയാണല്ലോ നമ്മൾ. അപ്പോൾ വളർച്ചയുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം നമുക്ക് മിക്കവാറും ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആ മൈൽ സ്റ്റോൺ എല്ലാം നമുക്ക് മുൻകൂട്ടി പറയാം. ഒരു കൃത്യമായ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രായത്തിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കുട്ടി ഒരു ശരാശരി എടുത്തു കഴിഞ്ഞാൽ ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു മാസം മുതൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം മുമ്പ് ആ കുട്ടി മറ്റ് അപരിചിതരെ അല്ലെങ്കിൽ പരിചയമുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങും. അതാണ് സോഷ്യൽ സ്മൈൽ എന്ന് പറയും. 4 മാസം ആകുമ്പോഴേക്കും കുട്ടികൾ മിക്കവാറും കഴുത്തുറക്കും. ഒരു 99%, 98% കുട്ടികളും കഴുത്തുറക്കും. 9 മാസം ആകുമ്പോഴേക്കും ആ കുട്ടി ഇരിക്കാൻ തുടങ്ങും. 1 വയസ്സാകുമ്പോഴേക്കും പിച്ച വെച്ച് നടക്കാൻ തുടങ്ങും. ഇതെല്ലാം വളരെ നമുക്ക്, അതായത് ഒരു പ്രഡിക്റ്റബിൾ, ഒരു മുൻകൂട്ടി പ്രവചിക്കാവുന്ന ഒരു രീതിയിലാണ് ഇത് നടക്കുന്നത്, ഈ കുട്ടികളുടെ വളർച്ച മുന്നോട്ട് പോകുന്നത്. അതുപോലെ ആ സമയം 1 വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ക്രമമായി ഓരോ കാര്യങ്ങളും നടക്കുകയാണ് ഈ വളർച്ച വികാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തകരാറ് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാത്തിനും തകരാറ് വരാം. ശാരീരിക വളർച്ചയിൽ വരാം. ഇപ്പോൾ പ്രധാനമായിട്ടും എടുത്തു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണല്ലോ. ശരീരം വളരുന്നതിന് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ജനിതകമായൊരു വളരാനുള്ള സാധ്യത, 2 ആവശ്യത്തിന് വേണ്ട ഭക്ഷണവും പോഷകാംശങ്ങളും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മക്കൾ 2 പേരും എന്നെക്കാളും ഹൈറ്റ് ഉള്ളവരാണ്. അപ്പോൾ അതിന് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ഉയരം എന്ന് പറയുന്നത് ഏറ്റവും അധികം ജനിതകമായുള്ളൊരു കാര്യമാണ്. പക്ഷെ ജനിതകമായി എനിക്ക് ഹൈറ്റ് വയ്ക്കാനായിട്ട് സാധ്യത ഉണ്ടെങ്കിലും ഭക്ഷണം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഹൈറ്റ് വയ്ക്കില്ല. അപ്പോൾ ഞങ്ങളുടെ തലമുറ എന്ന് പറയുന്നത് പൊതുവെ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്രോണിക് മാൽന്യൂട്രീഷൻ എന്ന് പറയാവുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നവരാണ്. പ്രോട്ടീൻ ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ തലമുറ, ഞാനിപ്പോൾ എൻ്റെ തലമുറ എന്ന് പറയുന്നത് ഒരു 10, 60, 70 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ് പറയുന്നത്. ഞാൻ കുട്ടിയായിരുന്ന കാലമാണ് പറയുന്നത്. അപ്പോൾ ജനറ്റിക്കായിട്ട്, ജനിതകമായിട്ട് സംഭവിക്കാം ഒരു കഴിവ് ഒരു വശത്ത്, മറുവശത്ത് അതിന് വേണ്ട ഒരു സാഹചര്യം, ഈ 2 കൂടി ചേർന്ന് വരണം. ഒരാളുടെ ജനിതകമായ സാധ്യതകൾ, സാഹചര്യത്തിൻ്റെ സംഭാവനകൾ, ഇത് 2 കൂടി ചേരുമ്പോഴാണ് ഒരാൾ വളർച്ചയും വികാസവും പ്രാപിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരാൾ സാധാരണ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പ്രവചിക്കാവുന്നൊരു രീതിയിൽ, ഒരു ക്രമത്തിലാണ് നടക്കുന്നത്. പക്ഷേ എല്ലാവരും ഒരേ വേഗതയിൽ സംഭവിക്കണമെന്നില്ല. അപ്പോൾ അത് ചെറിയ ഒരു സ്വാഭാവികമായി തന്നെ ചില കാര്യങ്ങളിൽ അല്പം വ്യതിയാനങ്ങളുണ്ട്. അപ്പോൾ 1 വയസ്സിലൊരു കുട്ടി സംസാരിക്കും പൊതുവേ, പക്ഷെ 1.5 വയസ്സാകുന്നത് വരെ ചിലപ്പോൾ നമുക്കത് സാധാരണമാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ഒരു കുട്ടി 2 വയസ്സായിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ അത് കുഴപ്പമാണെന്ന് അർത്ഥമില്ല, പക്ഷേ അത് സാധാരണമല്ല. അപ്പോൾ ഈ സാധാരണ അല്ലാതെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതെന്തെങ്കിലും തരത്തിലുള്ള തകരാറ് കൊണ്ടാണോ ഇല്ലെന്ന് നമ്മൾ വിലയിരുത്തണം എന്നുള്ളതാണ് അതിൻ്റെ. ഇത് 2 കാര്യങ്ങൾ, അതായത് ചുറ്റുപാട്, എൻവയോൺമെൻറ്റൽ, ചുറ്റുപാടിൽ നിന്നുള്ള ഘടകങ്ങളും ജനിതക ഘടകങ്ങളിലുള്ള അപാകതകൾ കൊണ്ട് ഒട്ടേറെ കാര്യങ്ങളിൽ ഡിലേ വരാം, വളർച്ചയും വികാസവും തകരാറിലാകാം. അപ്പം എന്തുമാത്രമാണ് നമുക്കറിയാം. ഇപ്പോൾ ഒരുപക്ഷെ ഗർഭകാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെ ഘട്ടമൊക്കെ പാരൻസ് കൃത്യമായി നോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്തുമാത്രമാണ്? വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ. അതായത് ചെറിയ പ്രായത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ കണ്ടത്, ഏതെങ്കിലും തരത്തിൽ ഒരു കുട്ടിയുടെ വളർച്ചയിലും വികാസത്തിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എത്രത്തോളം നേരത്തെ നമ്മൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംശയിക്കുന്നു, അത്രത്തോളം ആ കുട്ടിയുടെ അതിലിടപെടാനും അത് ഭേദപ്പെടുത്താനുള്ള നമ്മുടെ ശേഷി വർദ്ധിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു മുഖത്ത് നോക്കി ചിരിക്കുക, കഴുത്തുറക്കുക, എഴുന്നേറ്റിരിക്കുക, നിൽക്കുക, നടക്കുക, സംസാരിക്കാൻ തുടങ്ങുക. അതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്,
അതായത് ഇതെല്ലാം നമ്മുടെ നോട്ടത്തിൽ ശരിയായിരിക്കും, പക്ഷേ കേൾക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം, കാണുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ഇതിലൊക്കെ ഉപരിയായിട്ട് ആ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതായത് കേട്ടാലും ശ്രദ്ധിക്കലും കേൾക്കലും ഒന്നല്ല, ആണോ? ഇല്ല, കേൾക്കുക, ലിസൺ ചെയ്യുക എന്ന് പറയുന്നത് ഹിയർ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. കേൾക്കൽ നമ്മൾ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും, നമ്മൾ ചുറ്റും നടക്കുന്നതൊക്കെ കേൾക്കും. പക്ഷെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, അപ്പോൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും അതൊരു ഗൗരവമുള്ള കാര്യമാകാം. അപ്പോൾ കേൾവി ഉണ്ടോ, കാഴ്ചയുണ്ടോ, അത് രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പം നമ്മൾ കേൾക്കുന്നത് ചെവി കൊണ്ടല്ല, കാണുന്നത് കണ്ണുകൊണ്ടുമല്ല. കണ്ണ് അല്ലെങ്കിൽ ചെവി എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. കാണണമെന്നുണ്ടെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ ബ്രെയിനിൻ്റെ ആ ഭാഗം പ്രോപ്പറായിട്ട് പ്രവർത്തിക്കും. ഇനി അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്നുള്ള ഇൻപുട്ട് അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ ഒരു കാണാത്ത കുട്ടിയുടെ ബ്രെയിനിൻ്റെ കാഴ്ച സംബന്ധിച്ച കേന്ദ്രം വേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ കുറേ കഴിഞ്ഞ് കാഴ്ച ശരിയായാലും കാഴ്ച തിരിച്ചു കിട്ടില്ല. ഉദാഹരണം എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ചില കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ തിമിരം ഉണ്ടാവും, കാറ്ററാക്ട്. അത് നമുക്ക് മുതിർന്ന ആൾക്കാർക്കൊക്കെ വരുന്നതാണ്, ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാം. ആ കുട്ടിക്കും ഓപ്പറേഷൻ ശരിയാക്കാം. പക്ഷേ ആ തിമിരം കാരണം കൊണ്ട് കണ്ണിലേക്ക് പ്രകാശമോ അല്ലെങ്കിൽ ആ കാഴ്ചയുടെ ഇതെത്തുന്നില്ല. അതൊരു 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ കാഴ്ച സെൻറ്റർ വേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല. പിന്നെ ശരിയാകാൻ വളരെ പാടാണ്. ശരിയാവില്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വളരെ ചിലപ്പോൾ പൂർണ്ണമായിട്ട് സാധാരണ ആ കുട്ടിക്ക് കിട്ടുമായിരുന്ന കാഴ്ചശക്തി ഒരിക്കലും കിട്ടില്ല. ഇത് കേൾവിയെ സംബന്ധിച്ചും അതെ. അപ്പോൾ ഇതിനെല്ലാം ബ്രെയിനിൻ്റെ ഒരു കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രത്തിന് വേണ്ടത്ര ഉത്തേജനം പുറത്തുനിന്ന് കിട്ടണം, കേൾവി ശബ്ദങ്ങളായിട്ടും കാഴ്ച ആയിട്ടുമൊക്കെ. അത് കിട്ടുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണ ഇതാവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പൊതുവേ ഒരു കുട്ടി ക്ലാസ്സിൽ മാർക്ക് വാങ്ങുന്നില്ല അല്ലെങ്കിൽ ഒരു പുവർ പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ പഠിക്കുന്നില്ല എന്നൊരു ലേബലാണ് പൊതുവേ കൊടുക്കാറ്. ഈ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിലേ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് പഠിത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന ഈ ന്യൂറോ ഡെവലപ്മെൻറ്റിൽ പലരും വളരെ സാധാരണമായിട്ട് കാണുന്നതും എന്നാൽ ഒരുപാട് ആൾക്കാർ അത്ര ഗൗരവത്തിലെടുക്കാത്ത ഒരു കാര്യം സംസാരത്തിലെ താമസമാണ്. സംസാരം താമസിക്കുക അല്ലെങ്കിൽ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള രീതിയിൽ അത് പുരോഗമിക്കാതിരിക്കുക, ഇതൊരു വളരെ സാധാരണമായിട്ടുള്ള, ഒരു പക്ഷേ ഒരു 10-20% കുട്ടികളും കാണാൻ പറ്റും. അത് സാധാരണഗതിയിൽ എല്ലാവരുടെയും ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ താമസിച്ചാണ് സംസാരിച്ചത്, ആൺകുട്ടിയാണ് അതുകൊണ്ട് സംസാരിക്കാൻ താമസിക്കും, അല്ലെങ്കിൽ അമ്മാവൻ താമസിച്ചു, ഇങ്ങനെ ഉള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും. ശരിയായിരിക്കാം. നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1.5 വയസ്സിലോ 2 വയസ്സിലോ ഒരു കുട്ടി സംസാരിക്കുന്നില്ലെങ്കിൽ അത് പിന്നെ സംസാരിച്ചോളും എന്ന് പറയാൻ കഴിവുള്ളവരാരാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചില ജ്യോത്സ്യന്മാരൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. അത് വേറൊരു ഫീൽഡ്, നമ്മുടെ ചർച്ചയിൽ വരുന്നതല്ലല്ലോ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ആർക്കും സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് അതിനെ സമീപിക്കുമ്പോൾ അപ്പോൾ ആ കുട്ടി സംസാരിക്കാതിരിക്കാൻ വല്ല കാരണമുണ്ടോ? ആ കാരണങ്ങളിൽ ഏറ്റവും ആദ്യം നോക്കേണ്ടത് കേൾവി ശരിയാണോ എന്നാണ്. അത് ഇപ്പോൾ സാധാരണയായിട്ട് പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും കേൾവി ഒരു സ്ക്രീനിങ്, OIE എന്ന് പറയുന്ന ഒരു സ്ക്രീനിങ് വഴിക്ക് നോക്കാറുണ്ട്. അത് നോർമൽ ആണെങ്കിൽ പോലും അവിടെ നോർമൽ എന്നല്ല, പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്നാണ്. ഫെയിലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വീണ്ടും പരിശോധിക്കണമെന്ന് അർത്ഥമുണ്ട്. പാസ് ആണെങ്കിൽ പോലും സംസാരിക്കാൻ കാര്യമായിട്ട് താമസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ സാധാരണ പാത്രം തട്ടി നോക്കുക, എന്തെങ്കിലും താഴേട്ട് നോക്കുക എന്നുള്ളതൊക്കെ വളരെ ക്രൂഡായിട്ടുള്ളതാണ്. അത് കേൾവി ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റും. കേൾവിയുടെ ആ ഗുണനിലവാരം വേണ്ട രീതിയിലാണോ എന്ന് ചോദിച്ചാൽ അത് വേറെ പരിശോധന കൊണ്ട് ഉറപ്പുവരും. അപ്പോൾ കേൾവി നോർമലാണ്. മറ്റ് രീതിയിൽ കുട്ടി ആശയവിനിമയം നടത്തുക, അതുകൊണ്ടല്ലോ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുക, മുഖഭാവങ്ങൾ, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ അത് ഉറപ്പ് വരുത്തലാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഉറപ്പ് വരുത്തുന്നതിന് മുമ്പ്, ഇപ്പോൾ സാധാരണ സമയം കുറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരായാലും ഈ OP എന്ന് പറയുന്നത് ഒരുപാട് പേരെ കാണുമ്പോൾ അത് സാരമില്ല, ശരി, അങ്ങനെ ഒരു ഉത്തരം പറയേണ്ട വിഷയമല്ല ന്യൂറോ ഡെവലപ്മെൻ്റ് ഒന്നും. നമ്മളൊരു കൃത്യമായി വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം വെയിറ്റ് ചെയ്യാവുന്നവരുണ്ടാവും. പക്ഷെ അത് വെയിറ്റ് ചെയ്യാവുന്നതാണോ അതോ? അപ്പോൾ ആ സമയത്ത് പ്രധാനപ്പെട്ട സംസാരത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കേൾവിക്കുറവ് ഞാൻ പറഞ്ഞു. അത് നമുക്ക് കേൾവി ടെസ്റ്റ് ചെയ്യാം. ഓട്ടിസം എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്.
ഓട്ടിസത്തിൻ്റെ ആദ്യ ഇതെന്ന് പറയുന്നത് സംസാരം താമസിക്കുക, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെ ഇല്ലാതാകുക. ഓട്ടിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയും. അത് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം. നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ആ കുട്ടി, പക്ഷെ സംസാരം താമസിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടി നമ്മുടെ മുഖത്ത് നോക്കുന്നുണ്ട്. അത് ഈ മുഖത്ത് നോക്കുക എന്ന് പറയുമ്പോൾ ഒട്ടും നോക്കാതിരിക്കണമെന്നില്ല. ചിലപ്പോൾ ചിലർ ഇപ്പോൾ അമ്മയുടെ അടുത്ത് നോക്കും, ബാക്കിയുള്ളവരുടെ അടുത്തില്ല, അല്ലെങ്കിൽ അത് എല്ലായ്പ്പോഴും ഇല്ല, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മളുടെ ഐ കോണ്ടാക്റ്റ് തരുന്നുണ്ടോ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ ഈ സംസാരിക്കുന്നതിന് മുമ്പുള്ള ഇതുകളുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 4-5 മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ പാൽ കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ അതേ രീതിയിലാണ് ഒരു കോൺവെർസേഷൻ്റെ രൂപത്തിൽ തിരിച്ചിങ്ങോട്ട് ശബ്ദം ഉണ്ടാക്കും. ടേൺ ടേക്കിംഗ് എന്ന് പറയാം. അപ്പം നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവരിങ്ങോട്ട് പറയും, കൂയിങ്ങും ഇതൊക്കെ പറയും. അപ്പോൾ ആ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോണാണ്. അതൊക്കെ പലരും നമ്മൾ കുട്ടികളെ 2-3 വയസ്സ് ചോദിക്കുമ്പോൾ അവർക്ക് അതിന് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് തുടക്കം മുതലേ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ സംസാരത്തിൽ അപ്പോൾ ഓട്ടിസം പോലുള്ള ഇത് വരാം. പിന്നെ അല്ലാതെ ചില സംസാരം താമസിക്കുന്നതിന് വേറെ കേൾവി മാറി എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് സംസാരിക്കണം എന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും അതുപോലെ സംസാരവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പൊതുവായൊരു ധാരണ, സംസാരം കുറഞ്ഞു കഴിഞ്ഞാൽ നാക്കിന് കെട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നാക്കിന് കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സംസാരം നാക്കുകൊണ്ടല്ല. സംസാരം വരുന്നത് അല്ല, സംസാരം ഏത് വ്യക്തിയും സംസാരിക്കുന്നത് ബ്രെയിനിൽ നിന്നാണ്. ബ്രെയിനിൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാനും തിരിച്ച് സംസാരിക്കാനും എക്സ്പ്രസീവ് ലാംഗ്വേജിനും റിസപ്റ്റീവ് ലാംഗ്വേജിനും ഓരോ കേന്ദ്രങ്ങളുണ്ട്. ആ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നുള്ള ശബ്ദം നമ്മൾ ശ്വാസകോശത്തിലേക്ക് വായു എടുക്കുന്നത്, പുറത്തും കളയുന്നത് വൊക്കൽ കോഡ് എന്ന് പറയുന്ന ഗ്ലോട്ടിസ് എന്ന് പറയുന്നൊരു ഇതിലാണ്. അതിൻ്റെ നിയന്ത്രണം അതിലൊരു ഭാഗം മാത്രമാണ് നാക്ക്. നാക്കില്ലാതെ നമുക്ക് പറയാവുന്ന, നാക്ക് ഇല്ലാതെ പറയാവുന്ന അക്ഷരങ്ങളുണ്ട്, ക്ലിയർ ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സംസാരം ഇല്ലെങ്കിൽ അത് ഈ നാക്കിൻ്റെ കെട്ടുകൊണ്ടായിരിക്കില്ല ഒരിക്കലും. സംസാരം ക്ലിയർ അല്ല എന്നുണ്ട്. അതുപോലും ഈ ടങ് ടൈയെ പറ്റിയുള്ള അന്തർദേശീയമായിട്ടുള്ള സംഘടനകളുടെ ഈ ചില റെക്കമെൻഡേഷനിലൊന്നും ഈ സംസാരിക്കാതിരിക്കുന്നത് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എന്തുമാത്രമേ ഈ പുവർ പെർഫോമൻസ് എന്ന് പറയുന്ന ക്ലാസ് അതിനകത്തേക്ക് ഞാൻ ഒന്നുകൊണ്ട് അപ്പോൾ ഇത്തരം ഇതുകൾ കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ സംസാര പ്രശ്നം, ഓട്ടിസം പോലുള്ള നടക്കുക അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൽ പിന്നാക്കം നിൽക്കുന്നവരായിരിക്കും. പക്ഷേ എല്ലാം ഒരു കാര്യമുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി വന്നിട്ട് ഞാൻ ഇതിനിടയ്ക്ക് സംഗതിവശം പറയുക, അതായത് അമ്മയും അച്ഛനും തമ്മിൽ ആ കുട്ടിയുടെ കണ്ടീഷൻ സംബന്ധിച്ച് കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതാണ് സംസാരത്തിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഞാൻ സംസാരിച്ചിട്ട് അതിൽ നിന്നും മുന്നോട്ട് കാര്യമായിട്ട് പോകാൻ പറ്റിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നത്, എനിക്കറിയാം പ്രശ്നമൊക്കെ ഉണ്ടെന്ന്, പക്ഷെ ഓട്ടിസം ആണെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യാനില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും സ്പേസ് ഉണ്ട് ഈ ലോകത്ത്. ആ സ്പേസ് ഐഡൻറ്റിഫൈ ചെയ്യും, നേരത്തെ കണ്ടെത്തുകയും ആ സ്പേസിൽ അവരെ പ്രതിഷ്ഠിക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യങ്ങളും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സംസാരം താമസിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഫെറിൻ ചോദിക്കാൻ വന്ന ഒരു ചോദ്യത്തിൽ സംസാരം താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ 2 വയസ്സിൽ സംസാരിക്കില്ല, അല്ലെങ്കിൽ 3 വയസ്സോ ചിലപ്പോൾ 4 വയസ്സിലോ സംസാരിച്ചോളൂ എന്ന് വരാം. പക്ഷെ സംസാരം താമസിക്കുന്നത് പിന്നീടുള്ള പഠന വൈകല്യത്തിൻ്റെ ഒരു പ്രധാന ആദ്യ സൂചികയാകാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസാരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ സംസാരത്തിന് വേറൊരു കാര്യമുണ്ട്. സംസാരവും നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഓട്ടിസത്തിൽ ഈ സാമൂഹ്യമായിട്ട് ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള കഴിവ് കുറവും, ഇതെല്ലാം നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെയിനിൻ്റെ എല്ലാ സെൻറ്ററും ഉണ്ട്. സംസാരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട നമ്മുടെ വൊക്കൽ കോഡുണ്ട്, കവിളുണ്ട്, മസിലുണ്ട്, എല്ലാ സാധനങ്ങളും പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിലും ആരും സംസാരിക്കാത്തടത്ത് ഒരു കുട്ടി വളർന്നാൽ കുട്ടി സംസാരിക്കുക. അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ രാജാവ് ഏതാണ് ഏറ്റവും ഒറിജിനൽ ലാംഗ്വേജ് അതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കുട്ടികളെ ആരും ഇല്ലാത്തടത്ത് വളർത്തുകയും, അപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് അതെല്ലാം കഴിഞ്ഞ ശേഷം അവരെന്തോ ബാ എന്ന് മാത്രമേ പറഞ്ഞോളൂ. അപ്പോൾ അത് ഏതാണ്ട് ഹീബ്രു ഭാഷയിൽ ആടിൻ്റെ ശബ്ദമാണ്. അപ്പോൾ വേറെ ആരോ പറഞ്ഞത് ആട് കരയുന്ന ശബ്ദം അവർ അനുകരിച്ചതാണെന്ന്. അപ്പോൾ അതായത് പൂർണ്ണമായിട്ടും പഠിച്ചെടുക്കുന്ന ഒരു കഴിവാണ് സംസാരവും സാമൂഹികതയും.